ആര് തന്നെ എതിർത്താലും അവരെല്ലാം അടിക്കുകയോ ഇടിക്കുകയോ അവരെല്ലാം വില്ലന്മാരായി തകർക്കുകയോ ചെയ്ത് പ്രേമിച്ച പെണ്ണിനെ തട്ടിയെടുത്തു കൊണ്ടുപോയി തനിക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന ആ പ്രവർത്തനമാണ് ഏറ്റവും നന്മയും ഏറ്റവും ഉത്തമവും ഏറ്റവും വലുതും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരവും എന്ന വിവരമാണ് കുട്ടിക്ക് കിട്ടിയതെങ്കിൽ ആ കുട്ടിയുടെ ധാർമ്മികത ഏതാണ്? ഈ സമയത്ത് കുട്ടിയുടെ മനസ്സിലുണ്ടായത് പണമാണ് ദുനിയാവിൽ ഏറ്റവും അധികം വലിയ സാധനമെന്നും പണത്തിന് വേണ്ടിയാണ് ലോകത്തെല്ലാവരും ജീവിക്കുന്നത് എന്നും പണം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കലാണ് ഒരാളുടെ പ്രധാനപ്പെട്ട ദൗത്യമെന്നുമുള്ള മെസ്സേജസ് ആണെങ്കിൽ ആ കുട്ടിയുടെ തലച്ചോറ് ആ രൂപത്തിലായിത്തീരുന്നത് സ്വാഭാവികമാണ്. ആസ്വാദനത്തിന് വേണ്ടിയാണ് ജീവിതമെന്നും ധാർമ്മികത പോലും ആളുകളെ കാണുവാനുള്ളതാണ് എന്നും ജനങ്ങളുമായുള്ള കൊള്ളക്കൊടുക്കകളിൽ നിന്ന് ആ കുട്ടി മനസ്സിലാക്കിയെങ്കിൽ ആ കുട്ടിയുടെ അടിസ്ഥാന ധാർമ്മികത ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും ജനിക്കുന്നത് ഫിത്രത്തോടു കൂടിയാണ്, ശുദ്ധമായ പ്രകൃതിയോട് കൂടിയാണ്. അവരെ കൊള്ളരുതാത്തവരാക്കി തീർക്കുന്നത് ജൂതനോ ക്രിസ്ത്യാനിയോ മജൂസിയോ എല്ലാമാക്കുന്നത് അവരുടെ മാതാപിതാക്കളും ചുറ്റുപാടുകളും. ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻ ആൻഡ് അനാലിസിസിന്റെ പിതാവ് റിക് ബേൺ എന്ന് പറയുന്ന അയാൾ, അദ്ദേഹം പറഞ്ഞു, ഓൾ ആർ ബോൺ ആസ് കിങ്സ് ആൻഡ് ക്യൂൻസ്. Parents and teachers make them frogs. എല്ലാവരും ജനിക്കുന്നത് രാജാക്കന്മാരും രാജ്ഞികാരുമായിട്ടാണ്. മാതാപിതാക്കളും അധ്യാപകരും അവരെ തവളകളാക്കി തീർക്കുന്നു. എന്താ തവളന്റെ സവിശേഷത? തവള എല്ലാവർക്കും വെറുപ്പുള്ളൊരു ജീവി. എന്നാൽ തവളനെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപദ്രവമോ ഉപകാരമോ ഉണ്ടായിട്ടില്ല. അതാണ് തവള. ഈ കോലത്തിൽ മക്കളെ ആക്കി തീർക്കുന്നത് പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ അധ്യാപകരാണ്. ഇവിടെയാണ് നമ്മുടെ ഇടപെടലുകൾ നടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി പഠിപ്പിച്ച മഹാപ്രവാചകൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നിസ്കരിക്കുന്ന പള്ളിയിൽ സുജൂദിലാണ് റസൂലുള്ളാഹി, സഹാബത്തുണ്ട്. പിന്നെ സുജൂദ് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കണില്ല. കുറെ കഴിഞ്ഞിട്ടു സഹാബിമാരിൽ ചിലർ പ്രവാചകൻ നീറ്റിട്ടും ഞങ്ങൾ അറിയാത്തതാണോ എന്നുള്ള എനിക്ക് തലമുക്കി നോക്കി. അപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു തലയിൽ കഴുത്ത് കയറിയിരിക്കുക. റസൂലുള്ളാഹി കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിയണില്ല. കുറെ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി നീറ്റു. നിസ്കാരെല്ലാം കഴിഞ്ഞു. സഹാബിമാരിൽ ചില ചോദിച്ചു, റസൂലുള്ളാഹി ഇന്നെന്താ വല്ല വഹിയും കിട്ടിയോ? ദീർഘമായ സുജൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വഹി കിട്ടിയതൊന്നുമല്ല, ഞാൻ എൻ്റെ മോൻ എന്നെ വാഹനമാക്കി അവനെ പ്രയാസപ്പെടുത്തുന്നത് ഞാൻ വെറുത്തു. ഞാൻ റസൂലിന്റെ പദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ റസൂലുള്ളാഹി ഇതേ ഹസൻ റളിയല്ലാഹു അൻഹു ഇതേ മദീനയിലെ പള്ളിയിൽ ഈത്തപ്പഴം കൂട്ടിയിട്ടിരിക്കുന്നു. എന്തിൻ്റെതാണ്? സക്കാത്തിന്റെ ഈത്തപ്പഴമാണ്. സക്കാത്തിന്റെ ഈത്തപ്പഴം കൂട്ടിയിട്ടത് കുട്ടി കണ്ടപ്പോ കുട്ടിക്ക് അതിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് ആസ്വദിക്കുവാൻ ആഗ്രഹം. കുട്ടി അതെടുത്ത് തിന്നു ചെറുതായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുന്നു. റസൂലുള്ളാഹി ഓടി വരുന്നു, കുട്ടിയുടെ തൊണ്ടയിൽ കൈയിട്ടിട്ട് ഈത്തപ്പഴം ഛർദിപ്പിച്ച് കളയുന്നു. എന്ന് പറയുന്നു, മോനെ ഇത് നമുക്ക് പറ്റിയതല്ല, അവനക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്മാരുടെ കുടുംബത്തിന് അഹ്ലു ബൈത്തിന് സക്കാത്തിന് അർഹതയില്ല. ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്, വലിയ കാര്യം.
ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഒന്നാമത്തെ സംഭവം? എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഇറക്കില്ല? എന്തുകൊണ്ട് പ്രവാചകൻ ചെറിയ കുട്ടിയാ, 3 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയെ തന്റെ കഴുത്തിലിരിക്കുന്ന കുട്ടിയെ ഒന്ന് പ്രയാസപ്പെടുത്തി ഉന്തിത്തണ്ടിട്ടാൽ ആ കുട്ടിയുടെ ബലം പ്രവാചകനേക്കാളും ബലം ഉണ്ടാവില്ല, ഉറപ്പാണ്. ആ കുട്ടിയെ ഒന്ന് പ്രയാസപ്പെടുത്തിയാൽ എഴുന്നേൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ആ സമയത്ത് ആ കുട്ടിക്ക് കിട്ടുന്നൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താ? എല്ലാ സമയത്തും എന്റെ ഉപ്പാപ്പ എന്നെ കളിപ്പിക്കുന്നു, എല്ലാ സമയത്തും എന്നെ ഉപ്പാപ്പാന്റെ പുറത്ത് ആനയായി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാ സമയത്തും എന്നെ കാണുമ്പോൾ താലോലിക്കുന്നു ഉപ്പാപ്പ, എല്ലാ സമയത്തും എന്നെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഉപ്പാപ്പ. ആ ഉപ്പാപ്പ ഈ ഒരു പ്രത്യേക പണിയെടുക്കുമ്പോൾ മാത്രം വളരെ മോശമായിത്തീരുന്നു, എന്നോട് ക്രൂരമായി പെരുമാറുന്നു. അപ്പോൾ ആ ചെറു മനസ്സിൽ പ്രതിയായിത്തീരുന്നത് ഉപ്പാപ്പയല്ല, മറിച്ച് ആ പണിയാണ്. ആ പണി എന്താ? നമസ്കാരം എന്ന പണി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതിയ തലമുറയിൽ ഒരു കുഞ്ഞിൽ നമസ്കാരം ഒരു പ്രതിയായി തീർന്നത് ഇഷ്ടപ്പെട്ടില്ല. തന്റെ പേരക്കുട്ടിയുടെ മനസ്സിൽ നമസ്കാരം ഒരിക്കലും ഒരു പ്രതിയായി തീർന്നുകൂടാ. അവന്റെ മനസ്സിൽ നമസ്കാരത്തോടുള്ള ഒരു വെറുപ്പ് 3 വയസ്സിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടാൽ അത് അവന്റെ തലച്ചോറിന്റെ ധാർമ്മികതയുടെ ഭാഗമായി തീരുകയാണ്. ഇതേപോലെ തന്നെയാണ് മറ്റേതും. അവിടെ കുട്ടിയല്ലേ തിന്നോട്ടെ എന്ന് വിചാരിച്ച്, കുട്ടിയല്ലേ തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ, വലുതാകുമ്പോ പഠിച്ച് മനസ്സിലാക്കി സക്കാത്തിന്റെ മുതലും അല്ലാത്തതും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ അവൻ വേർപെടുത്തോളും എന്ന് വിചാരിച്ച് അവനോടുള്ള സ്നേഹം കൊണ്ട് അത് തിന്നാൻ അനുവദിച്ചാൽ ഇത്തരം വിഷയങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് മനസ്സ് അവിടെ ഉണ്ടാവുകയാണ്. റസൂൽ അത് ഇഷ്ടപ്പെട്ടില്ല. തിരുത്തേണ്ടടുത്ത് ശക്തമായി തിരുത്തുകയും അനുവദിക്കേണ്ടടുത്ത് അനുവദിക്കേണ്ടടുത്ത് അത് അനുവദിക്കേണ്ട രീതിയിൽ അനുവദിക്കുകയും ചെയ്യുകയാണ് പ്രവാചകൻ. നമ്മുടെ മക്കൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുമായി വളരുന്ന നമ്മുടെ മക്കൾ, ഒരുപാട് ആഗ്രഹങ്ങളുള്ള നമ്മുടെ മക്കൾ, അവരെ കുറിച്ച് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ആ മക്കൾ ഈ ദുനിയാവിലും നാട്ടിലെ മരണാനന്തര ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ ആയിത്തീരണമെങ്കിൽ, നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നവരായി മക്കളാകണമെങ്കിൽ നാം പ്രവർത്തനം തുടങ്ങേണ്ടത് ഗർഭാവസ്ഥയിൽ മുതൽക്കാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭാര്യയുമായി ശണ്ടയിൽ ഏർപ്പെടുകയാണെങ്കിൽ മക്കളുടെ മുന്നിൽ വെച്ചാകണ്ടേ, ബെഡ്റൂമിന് പുറത്തേക്ക് നിങ്ങൾ ആ തർക്കം കൊണ്ടുപോകല്ലേ. നിങ്ങൾ തർക്കിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കിടപ്പുമുറിയിൽ മാത്രം അത് ഒതുങ്ങട്ടെ, പുറത്തേക്ക് പോകല്ലേ. തർക്കിക്കുന്ന മാതാപിതാക്കളുടെ, പരസ്പരം പഴിചാരുന്ന മാതാപിതാക്കളുടെ, പരസ്പരം തെറി വിളിക്കുന്ന മാതാപിതാക്കളുടെ എല്ലാം സാഹചര്യത്തിൽ നിന്ന് കുട്ടി പഠിച്ചു വരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ നിന്നാണ് ഞാൻ കൊള്ളാവുന്നവനാണോ അല്ലേ എന്ന് പോലും കുട്ടി തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രംഗത്ത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം, നമ്മുടെ മത പഠനം
മക്കളുമായി ബന്ധപ്പെട്ട്. അതിനോടുള്ള നമ്മുടെ സമീപനം മുതൽക്ക് മതവുമായിട്ടുള്ള കുട്ടികളുടെ ബന്ധത്തിൽ തകരാറുകൾ ഉണ്ടാവുകയാണ്. എന്താ നമ്മുടെ സമീപനം? നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ വരെ പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഭൗതിക പഠനം ഒപ്പം മതപഠനം ചിലപ്പോൾ സ്കൂളിൽ ഉണ്ടാകും, അല്ലെങ്കിൽ മദ്രസയിൽ. ഭൗതിക പഠനത്തിന് വേണ്ടി നമ്മൾ കുട്ടിയെ ഒരുക്കി ശരിയാക്കി പറഞ്ഞയക്കുന്നു. അവന് നല്ല യൂണിഫോം, അത് തേച്ചിട്ടില്ലെങ്കിൽ തേച്ചു കൊടുക്കുന്നു, വളരെ ടിപ് ടോപ്പായി കുട്ടിയെ പറഞ്ഞയക്കുന്നു. ഇതേ കുട്ടിയെ മതപാഠശാലയിലേക്ക് പറഞ്ഞയക്കുമ്പോ നമ്മുടെ മനസ്സിലെ ചിന്ത മാറുകയാണ്. മാറിയാൽ പ്രശ്നം കുട്ടിയുടെ തലച്ചോറിനാണ്. കുട്ടി മനസ്സിലാക്കുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് ഉള്ളതും ഒന്ന് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതും എന്ന് തന്നെയാണ്. അധ്യാപകരെ തെരഞ്ഞെടുക്കുമ്പോ, പുസ്തകം തെരഞ്ഞെടുക്കുമ്പോ കുട്ടിക്ക് പിടിക്കാൻ അഭിമാനം തോന്നുന്ന, വരച്ചു നോക്കാൻ ഇഷ്ടം തോന്നുന്ന പുസ്തകം, ഇഷ്ടപ്പെട്ട അധ്യാപകൻ, നന്നായി ക്ലാസ് എടുക്കുന്ന, നല്ല രീതിയിൽ കുട്ടിയുമായി സംവേദനത്തിൽ ഏർപ്പെടുന്ന, മനഃശാസ്ത്രപരമായി കുട്ടിയുമായി പെരുമാറുന്ന അധ്യാപകൻ, ആ അധ്യാപകൻ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷും ഭൗതിക വിഷയങ്ങളും, കൊള്ളരുതാത്ത ഒരു അധ്യാപകൻ, കാണാൻ കൊള്ളാത്ത പാഠപുസ്തകം, ഇതെല്ലാം മതപഠനത്തിനുമാണെങ്കിൽ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ചിത്രം വേറെയാണ്. അതുമുതൽ തുടങ്ങുന്ന നമ്മുടെ ആ വേർപെടുത്തലും പ്രശ്നങ്ങളും. മതപഠനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പാഠ രീതികൾ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കുറിച്ച് ഒരു മോശമായ ധാരണ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്നതിനെയാണ് വെറുത്തത്. നിസ്കാരം, അത് ആ നിസ്കരിക്കുന്ന സമയത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഉപ്പാപ്പാന്റെ സ്വഭാവം മാറും, അദ്ദേഹം മോശമാകും, പെരുമാറ്റം മോശമാകും എന്നുള്ളൊരു മെസ്സേജ് ലഭിക്കുന്നതിനെയാണ് വെറുത്തത്. നാം സ്വയം ചോദിക്കുക, നമ്മുടെ മതപാഠങ്ങളും പഠനങ്ങളും മതപരമായ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ, അതല്ല അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതാണോ? നമ്മുടെ വീട്ടിലെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. കുട്ടിക്ക് വേറൊരു പണിയുമില്ലെങ്കിൽ, പാരന്റ്സിന് വേറൊരു ഏർപ്പാടുമില്ലെങ്കിൽ, വേറൊരു ഉത്തരവാദിത്വവും നിർവഹിക്കാനില്ലെങ്കിൽ, വേറെ നാട്ടിലുള്ള അവസ്ഥയിലാണെങ്കിൽ ഒരു കല്യാണവും നാട്ടിൽ എവിടെയില്ലെങ്കിൽ, ഇവിടെ പിന്നെ കല്യാണം ഒരു കലാമിറ്റിയായി കടന്നു വരുന്ന പ്രശ്നമില്ല. നാട്ടിൽ അങ്ങനെയാണ്. ഒരു ആഴ്ച 5 കല്യാണം, 5 കല്യാണത്തിന് പാരന്റ്സ് പോകാൻ നിശ്ചയിച്ചാൽ ആകെ ഞായറാഴ്ചയാണ് ഒരു മദ്രസ ഉണ്ടാകുക. ആ മദ്രസ അതൊന്നുമില്ല. പിന്നെ അടുത്ത ആഴ്ച 8 കല്യാണമായിരിക്കും. ഇതൊന്നുമില്ലെങ്കിൽ പോകേണ്ട ഒരു സ്ഥലമായി മതപാഠശാല മാറുമ്പോ കുട്ടിയുടെ ജീവിതത്തിന് സ്ഥാനം അത്ര ഉണ്ടാവുള്ളൂ. വേറെ ഒരു ഏർപ്പാടും ഇല്ലെങ്കിൽ ചെയ്യേണ്ട പണിയാണ് നിസ്കാരം എന്ന കുട്ടി പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കൊള്ളക്കൊടുക്കുകൾ, പാരന്റ്സിന്റെ സത്യസന്ധത, മാതാവിൽ നിന്ന് കുട്ടി പഠിക്കാൻ തുടങ്ങും. വിചാരിച്ചു വരില്ല, 1ാമത്തെ വയസ്സിൽ കുട്ടി പഠിക്കാൻ തുടങ്ങും. കുട്ടി അനുഭവിച്ച് പഠിക്കുകയാണ്. ഉമ്മ വാപ്പാനോട് കളവ് പറയുന്നുണ്ടെങ്കിൽ വാപ്പാനോട് കളവാണ് ഉമ്മ പറയുന്നതെന്ന് തുറന്നു പറയാൻ പ്രായം കുട്ടിക്കായിട്ടില്ലെങ്കിലും കുട്ടി അനുഭവത്തിൽ നിന്ന് പഠിക്കും. പ്രശ്നമുള്ള സന്ദർഭത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമായി ഉമ്മ ഉപയോഗിച്ചിട്ടുള്ളത് കളവാകുന്നു. ആ കളവാകുന്നു രക്ഷയുടെ ബാധ.